അമ്പ്, വില്ല്, മലപ്പുറം കത്തി. എന്തൊക്കെയായിരുന്നു ട്രംപിന്റെ വിരട്ടൽ? ഉപരോധമെന്ന മാരകായുധം പ്രയോഗിക്കുമെന്ന് പോലും ട്രംപ് ഭീഷണി മുഴക്കി. എന്നിട്ടും റഷ്യൻ പ്രസിഡന്റ് പുടിൻ കുലുങ്ങുന്ന മട്ടില്ല. എന്നു മാത്രമല്ല, യുക്രൈനിൽ അതിശക്തമായ ആക്രമണവുമായി മുന്നോട്ടു പോവുകയാണ്. ഉപരോധം, നികുതി വർധന തുടങ്ങിയ പതിവ് ഉമ്മാക്കികൾ ട്രംപ് പുറത്തെടുത്ത് പ്രയോഗിച്ചതിന് പിന്നാലെയാണ് പുടിൻ യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഡോണറ്റ്സ്ക് മേഖലയിലെ ഡോബ്രോഫിലിയയിൽ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ട്രംപിന്റെ മുന്നറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു റഷ്യയുടെ ആക്രമണം. ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളൊന്നും റഷ്യയുടെ മേൽ വില പോവില്ല എന്ന സന്ദേശം കൂടിയാണ് പുടിൻ ആക്രമണത്തിലൂടെ നൽകിയതെന്നും വിലയിരുത്തലുണ്ട്. ഇതോടെ റഷ്യ യുക്രൈൻ യുദ്ധം ശാന്തമാകുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. കഴിഞ്ഞ 2 രാത്രികളിലായി അതിശക്തമായ ആക്രമണമാണ് യുക്രൈൻ നടത്തുന്നത്. യുക്രൈന് അമേരിക്ക സൈനിക സാമ്പത്തിക സഹായം നിഷേധിച്ചിരുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനൊപ്പം നിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ബലത്തിലാണ് യുദ്ധവുമായി യുക്രൈൻ മുന്നോട്ടു പോയതും. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പിന്തുണയും നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ വരവോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. യുക്രൈന് രഹസ്യാന്വേഷണ സഹായം നൽകുന്നതും യുക്രൈൻ നിർത്തിവച്ചിരുന്നു. സമാധാന കരാർ ഒപ്പുവയ്ക്കുന്നതിനായി യുക്രൈന് മേലുള്ള സമ്മർദ്ദമായാണ് ട്രംപ് ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. യുക്രൈനെ കൈവിട്ട് റഷ്യയെ കൂടെ കൂട്ടാനാണ് ട്രംപിന്റെ പ്ലാൻ. റഷ്യയെ ഒപ്പം കൂട്ടിയാൽ വലിയ മെച്ചം യുഎസിനുണ്ടാകുമെന്നും ട്രംപ് കണക്കുകൂട്ടുന്നു. എന്നാൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ട്രംപിന്റെ വരുതിയിൽ പുടിൻ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. റഷ്യയുടെ ആക്രമണങ്ങളെ അപലപിച്ച് പോളിഷ് പ്രധാനമന്ത്രി രംഗത്ത് വരുന്നു. അപരിഷ്കൃതമെന്നാണ് ആക്രമണങ്ങളെ പോളിഷ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഒരാൾ അപരിഷ്കൃതനായി മാറുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കൂടുതൽ ബോംബുകൾ, കൂടുതൽ ആക്രമണം, കൂടുതൽ ഇരകൾ. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദുരന്തരാത്രി. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എക്സിൽ കുറിച്ചു. യുക്രൈനിലെ കിഴക്കൻ നഗരമായ ഡോബ്ലോപിലിയയിൽ നടത്തിയ ആക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 50 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. പരമാവധി നാശം വരുത്താനായി കണക്കുകൂട്ടി നടത്തുന്ന ആക്രമണമെന്നാണ് സംഭവത്തോട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചത്. മാരകമായ ആക്രമണങ്ങളിലൊന്നാണ് ഉണ്ടായതെന്നാണ് സെലൻസ്കി വ്യക്തമാക്കിയതും. 2 തവണ ഈ മേഖലയിൽ ആക്രമണം നടത്തിയെന്നും സെലൻസ്കി പറഞ്ഞു. ആദ്യ ആക്രമണത്തിലെ ഇരകളുടെ രക്ഷയ്ക്കായി രക്ഷാപ്രവർത്തകർ എത്തിയതിനു പിന്നാലെയാണ് രണ്ടാമത്തെ ആക്രമണം നടന്നതെന്ന് സെലൻസ്കി പറഞ്ഞു. റഷ്യയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഒരുങ്ങുമ്പോഴും പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രസ്താവനകളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇതുവരെ ഭീഷണിയൊന്നും പരസ്യമായി മുഴക്കാത്തയാളാണ് പുടിൻ. പ്രവൃത്തിയിലാണ് പുടിൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് അതാണ്. ഇനി യുക്രൈന്റെ കാര്യം കണ്ടറിയണം.